ഏവർക്കും ന്യൂസിലാൻഡിലെ വർണ്ണക്കാഴ്ചയിലെ മറ്റൊരു പുതിയ കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളെല്ലാവരും കാണാൻ പോകുന്നത് ഇവിടെ ഫ്രാങ്ക്ലിൻ ഫാം എന്ന് പറഞ്ഞ ഒരു ഫാമുണ്ട്. അത് മെയിനായിട്ടൊരു സൺഫ്ലവർ ഫാമാണ്. കൂടെ അതിൻ്റെ ഒപ്പം ഒരു ബട്ടർഫ്ലൈ ഹൗസും വേറെ ഡാലിയ ഫ്ലവേഴ്സൊക്കെ ആയിട്ടൊരു ചെറിയ ഗാർഡനും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ഈ ഫാം വളരെ പഴക്കമേറിയൊരു ഫാമാണ്, ഭയങ്കര പോപ്പുലറുമാണ്. ഇപ്പം നമ്മൾ ഫാം പോകുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു സ്ഥലത്ത് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇപ്പം ന്യൂസിലാൻഡിൽ സമ്മറാണ്. ഇപ്രാവശ്യത്തെ സമ്മർ ഇത്തിരി കട്ടിയാണ്, നല്ല ചൂടാണ്. അത് കാരണം കൊണ്ട് തന്നെ ഒരു റിഫ്രഷ്മെൻ്റ് ആവശ്യമാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ. ഈ കടയിൽ കയറിയപ്പോൾ ഇവിടെ ഏറ്റവും അട്രാക്ഷനായിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ രാജ്യങ്ങളുടെ കറൻസി ഇവർ ചുമരിൻ്റെ മുകളിൽ പതിച്ച് വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ലൊരു ചന്തണ്ടായിരുന്നു. എന്താ ഐസ്ക്രീം കാണിക്കുക? അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നീട് ഫാമിലെത്തി. ഈ ഫാം ഓക്ലൻഡിൽ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. വന്നപ്പോൾ തന്നെ ഇവിടെ കുറേ കാറുകൾ പാർക്ക് ചെയ്തിട്ട് കണ്ടു. അപ്പം നമ്മൾ അവിടെ വേഗം പാർക്ക് ചെയ്തു. പിന്നീടാണ് മനസ്സിലായത് ഇവിടെ ബട്ടർഫ്ലൈ ഹൗസാണ്. ഈ പോയിന്റിൽ നിന്ന് സൺഫ്ലവർ ഫാമിലേക്ക് ഏകദേശം ഒരു 100-150 മീറ്റർ നമ്മൾ നടക്കണം. നമുക്ക് ആദ്യമേ വേണമെങ്കിൽ കാർ അവിടെ സൺഫ്ലവർ ഫാമിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യായിരുന്നു. പക്ഷേ ഞങ്ങൾ പിന്നെ ഡ്രൈവ് ചെയ്യാൻ പോയില്ല, 150 മീറ്റർ നടക്കാമെന്ന് വിചാരിച്ചു. മറ്റേ സൈഡിലാണ് നമ്മളെ സൺഫ്ലവർ ഫാം. ഇത് സൺഫ്ലവർ ഫാമിൻ്റെ പാർക്കിംഗ് ആണ്. ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ ഫേവറേറ്റ് മോഡലായ 70 സീരീസ് ലാൻഡ് ക്രൂയിസർ എടുക്കണ്ടായിരുന്നു. എനിക്ക് ലാൻഡ് ക്രൂയിസറിൽ വെച്ചിട്ട് ഏറ്റവും താല്പര്യമുള്ളൊരു മോഡലാണ് 70 സീരീസ്. അത് എവിടെ കണ്ടു കഴിഞ്ഞാലും എൻ്റെ കണ്ണതിൻ്റെ മുകളിലേക്ക് പോകും. ഇത് ലേറ്റസ്റ്റ് മോഡലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭംഗി ഞാൻ കുറച്ച് നേരം ഒന്ന് ആസ്വദിച്ചു. അതിനുശേഷം ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. ഇതാണ് ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് സൺഫ്ലവർ ഫീൽഡ് മാത്രം കാണണമെങ്കിൽ അതിനുള്ള ടിക്കറ്റ് ഉണ്ട്. അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട് ബട്ടർഫ്ലൈ ഹൗസും സൺഫ്ലവർ ഫീൽഡും കാണണമെങ്കിൽ രണ്ടും കൂടിയിട്ടുള്ള ടിക്കറ്റ് വേറെ ഉണ്ട്. നമ്മൾ രണ്ടും കൂടിയിട്ടുള്ള ടിക്കറ്റാണ് എടുത്തത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ബട്ടർഫ്ലൈ ഹൗസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 4:45 വൈകുന്നേരം. എന്നാലും തിരക്കുണ്ടായിരുന്നു. ഇവിടെ ഫോട്ടോസിന് വേണ്ടിയിട്ട് ഈ ബക്കറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. ഈ പോയിന്റിൽ നിന്നൊരു 150 മീറ്റർ ഉണ്ട് സൺഫ്ലവർ ഫീൽഡിലേക്ക്. ഞങ്ങൾ പതുക്കെ നടക്കാൻ തുടങ്ങി. ഈ കാണുന്നതൊക്കെ പുതിയ ചെടികളാണ്. അപ്പം എനിക്ക് തോന്നുന്നത് അടുത്ത വർഷത്തിന് ഈ ചെടികളായിരിക്കും റെഡി ആയിരിക്കുക. ഇവിടെ കുറച്ച് ചെടികളിൽ സൺഫ്ലവർ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോയിന്റിലെത്തി. ഇപ്പോൾ എത്തിയപ്പോൾ ഇടത്തെ സൈഡിൽ വേറൊരു ഫീൽഡ് ഉണ്ട് സൺഫ്ലവറിൻ്റെ. പക്ഷെ അതിലത്തെ ചെടികളൊക്കെ ഓൾറെഡി പ്രായം ചെന്ന പോലെയാണ് ഫീൽ ചെയ്തത്.
അത് കഴിയാറായിരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവരത് ഇനി ക്ലിയർ ആക്കിയിട്ട് പിന്നെ ഇനി ആദ്യം പുതിയം അവിടെ പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട്. റൈറ്റ് സൈഡിലാണ് നമ്മളെ ഈ സീസണിലത്തെ ഫ്ലവറൊക്കെ റെഡി ആയിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ലൈറ്റ് വയലറ്റ് കളറിലുള്ള പൂക്കളുണ്ടായിരുന്നു. ഇതും കാണാൻ നല്ല ചന്തമുണ്ടായിരുന്നു. പേരൊന്നും അറിയില്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാണ് ഇപ്രാവശ്യത്തെ നമ്മളുടെ സൺഫ്ലവേഴ്സ് പൂത്ത് നിൽക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു സൺഫ്ലവർ ഫീൽഡ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹാമിൽട്ടൺ ആ ഭാഗത്ത് എവിടെയാണ് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലും കലക്കൻ ഫീൽഡാണ് അത്. ഈ ഫീൽഡ് വളരെ പഴക്കം ചെന്നൊരു ഫാമാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര പോപ്പുലറുമാണ്. ഒരു സൈഡിലൊരു ഫാം ട്രാക്ടർ പാർക്ക് ചെയ്തിട്ടുണ്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ണി അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫാമിൻ്റെ ചില പോയിന്റിലായിട്ട് അവർ ചെറിയ ഏണി വെച്ചിട്ട് ഒരാൾക്ക് നിൽക്കാൻ പാകത്തിന് ഓരോ ഡെക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും ഫാമിൻ്റെ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ നിന്നിട്ട് എടുക്കുകയാണ് ഇപ്പോൾ ഈ വീഡിയോസ്. ഇത് മറ്റൊരു പോയിന്റിൽ നിന്നിട്ടാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. അതിൻ്റെ മുകളിൽ കയറിയിട്ട് കാണുമ്പോഴാണ് കൂടുതൽ ഭംഗി. നമ്മളൊരു ഉയരത്തിൽ നിന്നാണല്ലോ കാണുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ഫോട്ടോഷൂട്ടിനുള്ള ഓരോ സ്പോട്ടുകളുണ്ട്. അപ്പം നമ്മളും ചെറിയ ഫോട്ടോസൊക്കെ എടുത്തു. ഫാമിൻ്റെ മറ്റൊരു എൻഡിൽ മഞ്ഞ പൂക്കൾ നിറഞ്ഞ വേറെ ഫീൽഡുകളുണ്ട്. അതിൻ്റെ ഒപ്പം ആദ്യം കണ്ട വയലറ്റും പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ലൈറ്റ് റോസ് കളറുള്ള വേറെ ടൈപ്പ് പൂക്കളും. ഈ ടൈപ്പ് ചെടികളുടെ പേരെനിക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല ചന്തമുണ്ടായിരുന്നു.
മഞ്ഞപ്പൂക്കളാണ് ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എടുത്തോട്ടോ. ഈ ലൈറ്റ് ഹൗസും സൂപ്പറായിട്ടുണ്ട്. വേറൊരു സൈഡിൽ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു വാതിലൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സ്റ്റൈലായിരുന്നു അത് കാണാൻ. അതിനുശേഷം ഇവിടെ ഒരു ഭാഗത്ത് കുറച്ച് ആളുകൾ നിലത്തിരുന്ന് ചിത്രം വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്കിങ്ങനെ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഒരു ടീച്ചർ ഈ സൺഫ്ലവറിനെ വരയ്ക്കണതും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ക്യാൻവാസിൽ നമുക്ക് പഠിപ്പിച്ചു തരും. ഞാൻ മനസ്സിലാക്കിയതെന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസൊക്കെ ഇവിടുന്ന് തരുന്നതാണ്. ചില ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പയ്യെ നടക്കാൻ തുടങ്ങി. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ആ ഭാഗത്തായിട്ടൊരു ഫാം ആനിമൽസിൻ്റെ ഒരു ചെറിയൊരു ഫാം യാർഡ് ഉണ്ട്. അപ്പം നമുക്കവിടെ പോയിട്ട് ഫാം ആനിമൽസിനെയൊക്കെ കാണാം. ഇവിടെ വന്നപ്പോൾ 2-3 ചെമ്മരിയാട്, പശു, താറാവ്, കോഴികൾ, പിന്നെ കുറച്ച് ആടുകളെയും കണ്ടു. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആടുകളെ പെറ്റ് ചെയ്യാനുള്ള ഒരു സ്പോട്ടും കൂടി ഉണ്ട്. അത് രാവിലെ 10 മണി തൊട്ട് 2 മണി വരെയാണ് ആ ഫെസിലിറ്റി ഓപ്പൺ ഉള്ളത്.
ഫാം ആനിമൽസിനെ കണ്ടതിന് ശേഷം ഞങ്ങൾ പയ്യെ പുറത്തിറങ്ങി. ഇവിടെ നിന്ന് പോകുന്നതിനാട്ടി മുമ്പ് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. विकास बेटे वेट करो. I feel like my little vampire child. She doesn't like this. റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ തന്നെയായിട്ട് ഐസ്ക്രീമും നമുക്ക് വാങ്ങാം. അപ്പോൾ അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ അടുത്തത് പോകുന്നത് ബട്ടർഫ്ലൈ ഹൗസിലേക്കാണ്. അത് നമ്മൾ കാറ് പാർക്ക് ചെയ്ത് അവിടെയാണ്. ഇപ്പോൾ തിരിച്ച് ഞങ്ങൾ നടക്കുകയാണ്. അവിടെ ഷൂട്ട് ചെയ്തതെല്ലാം ഞാനൊരു മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇടാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകളെല്ലാം നമ്മളെ അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ച് വല്ല മാറ്റങ്ങൾ വേണമെങ്കിൽ ഞാനത് ഇതിൽ കൊണ്ടുവരാം. അപ്പോൾ ചാനൽ നിങ്ങൾ നോക്കിയിരിക്കുക. ബട്ടർഫ്ലൈ ഹൗസും പിന്നെ അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തതെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി കൂട്ടുകാരെ, താങ്ക് യു.